അച്ഛാ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. എന്താ മോളെ? മോളെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട് അമ്മേ, പക്ഷെ ഇവിടെ അല്ല. മുത്തശ്ശിയും പ്രിയങ്കയും എക്സൈസുകാരെ അറസ്റ്റ് ചെയ്തു. അയ്യോ, എന്തിന്? ലഹരി മരുന്ന് സൂക്ഷിച്ചതിന്. എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? അതെ അച്ഛാ, ഞങ്ങളിവിടെ അതൊക്കെ ലൈവ് കണ്ടോണ്ടിരിക്കായിരുന്നു. എന്താ ഉണ്ടായേ? അത് ഈ ലൊക്കേഷനിലുള്ള എല്ലാ ബാഗുകളും പെട്ടെന്ന് പരിശോധിക്കണം. സാറേ, അങ്ങനെയാണെങ്കിലേ പ്രിയങ്ക മോളുടെ ബാഗ് തന്നെ ആദ്യം അങ്ങ് പരിശോധിച്ചു. അതെ സർ, എന്റെ ബാഗിൽ നിന്ന് തുടങ്ങിക്കോ. ഏറ്റവും രസം എന്താണെന്നറിയോ? ഞങ്ങളെ വിളിച്ച് ഇതൊക്കെ കാണിക്കാൻ പ്രിയങ്ക തന്നെയാ ഏട്ടത്തിയെ ചുമതലപ്പെടുത്തിയത്. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, വേറെ ആർക്കോ വെച്ച കെണിയില് രണ്ടുപേരും കുടുങ്ങിപ്പോയതാ അല്ലേ ദേവട്ട? വാസ്തവം എന്താണെന്നറിയാതെ ഇതിനെപ്പറ്റി ഇപ്പൊ എന്താ പറയാ? അച്ഛൻ എന്താ ചെയ്യാൻ പോകുന്നേ? എന്ത് ചെയ്യാനാ? മയക്കുമരുന്ന് കച്ചവടം നടത്താൻ പോയ അമ്മയും മോളെയും ന്യായീകരിക്കണോ? അതോ ജാമ്യം എടുത്ത് ക്ഷമിക്കണോ? ഇക്കാര്യത്തിൽ അച്ഛന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. അവര് ചെയ്ത തെറ്റിനുള്ള കൂലി അവരെന്നെ അനുഭവിക്കട്ടെ. എന്നാലും ആരെങ്കിലും ഒക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ? സ്നേഹത്തിന്റെ ഒരു കണികയെങ്കിലും അവരിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഓടുമായിരുന്നു, രക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇനി വേണ്ട. ഇത്രയും കാലം അവർ രണ്ടുപേരും അഹങ്കരിച്ചതിനുള്ള കൂലിയാ ഈശ്വരനപ്പം അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതെന്ത് വിധിയായാലും ഞാനത് സഹിക്കാൻ തയ്യാറാണ്. മോള് ഫോൺ വെച്ചോ.